ഹലോ ഗായ്സ്, 10:26. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും അടിപൊളി. മസന്റെ കൂടി കേട്ട് കേട്ട് മടുത്തെന്ന് എല്ലാവരും പറയുന്നുണ്ടാവും അല്ലേ? മസന്റെ കൂടി വീട്ടിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്ത രസമാണ്. അവസാനം അസ്ലം മോഹമ്മദിന്റെ പേര് മാറ്റിയിട്ട് മസനെ കൂടി വഴി ഊട്ടി എന്ന് പേര് മാറ്റേണ്ടി വരും. ഒരുപാട് സന്തോഷം. ബേസിക്കലി നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ അത് വൈറലാവുന്നത് ഇപ്പോഴാണെന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതിലിപ്പം ആദ്യം നമ്മൾ ആ റൂട്ട് കണ്ട് ആ യാത്രയുടെ ശബ്ദം കണ്ട് റൂട്ട് മാപ്പാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അന്നേരം നമ്മൾ 3 ഫോറസ്റ്റിന് കൂടിയുള്ള മനോഹരമായ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നതും അതിൽ കൂടിയുള്ള യാത്രകളെക്കുറിച്ചുള്ളൊരു വീഡിയോയിൽ അതിൻ്റെ പുറകിൽ ചുമ്മാ നമ്മൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം അങ്ങനെ പറഞ്ഞിട്ടൊരു റെക്കോർഡിങ്. അപ്പോൾ അത് ക്ലിക്കായി. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഒരുപാട് പേര് യാത്രാ വീഡിയോകളിൽ ഇടാൻ തുടങ്ങി. ഇപ്പോൾ അത് ട്രോളന്മാർ ഏറ്റെടുത്ത് അതിനുശേഷം ഇപ്പോൾ ഫോട്ടോ ഇട്ട് വെച്ചിട്ട് പോകുന്നു, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് വരുന്നു. ഏറ്റവും നല്ല സന്തോഷം നൽകുന്നൊരു സംഭവമാണ്. നമ്മൾ ഒരിക്കലും തീർച്ചയായും മനസ്സിലാക്കുക, നമ്മുടെ യാത്രകൾ എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര നടത്തിയവർ തീർച്ചയായും ആ യാത്രയിലെ മനോഹരമായ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവും. ഈ പീക്ക് സമയത്ത് ചിലപ്പം ഈ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ചിലപ്പം സ്റ്റക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങളത് ആസ്വദിച്ചൊന്ന് യാത്ര ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഏറ്റെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതുപോലെ തന്നെ കടയിലേക്ക് പോകുമ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത് ചോദിക്കുന്നത്. ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നില്ല, ഇൻസ്റ്റഗ്രാമിൽ വേറെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എല്ലാത്തിലും കമന്റ് ഇങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞു പറയാണ്, മോള് പറയാണ്, അങ്ങനെ ആളുകൾ ഓരോന്നും ഇത് പറയുമ്പോൾ ഭയങ്കര രസമുണ്ട്. പിന്നെ മുമ്പ് നമ്മളൊരു വോയിസ് ഭയങ്കര ക്ലിക്കാനിരുന്നു. അത് ഒരുപാട് പേരിലേക്ക് എത്തി. അതും ഭയങ്കര രസമുള്ളൊരു വോയിസ് ആയിരുന്നു. അത് ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് പിറകെ യാത്ര ചെയ്യുന്നവരുണ്ട്, സത്യത്തിൽ അവരാണ് സഞ്ചാരികൾ. സ്വപ്നങ്ങൾ അങ്ങനൊരു വോയിസ്. അതിനുശേഷം വേറൊരു വോയിസ് ട്രെൻഡായത്. പക്ഷെ അതൊന്നും ഇത്ര ട്രെൻഡായിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് ഇതൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസുകൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ സാധാരണ ആളുകൾ അവരൊക്കെ ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കുന്നു, യാത്ര പോകണമെന്ന് സംസാരിക്കുന്നു. കുടുംബങ്ങളിൽ നെക്സ്റ്റ് ഇയർ നടത്താൻ പോകുന്ന യാത്രകളെക്കുറിച്ചും ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഊട്ടിയിൽ ഏത് വഴിയാണ് പോകുന്നത്, മസനഗുഡി ഊട്ടിയാണോ അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതൊക്കെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ യാത്രകൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ശബ്ദം എവിടെയെങ്കിലും മറ്റൊരാളുടെ യാത്രകളിലേക്ക് പ്രചോദനം ഉൾക്കൊണ്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവനാണ് ഞാൻ. ഈ ട്രോളും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും പരസ്യങ്ങളും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു പനിയുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വോയിസും കൂടിയുണ്ട്. ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച കുടുകുടു വണ്ടി, അങ്ങനൊരു വോയിസ്. ഹൃദയമുള്ളത് കൊണ്ടാണ് അത്രേ ബുള്ളറ്റിന് ഡും ഡും ശബ്ദം, ഇങ്ങനൊരു വോയിസും കൂടിയുണ്ട്. അത് റോയൽ എൻഫീൽഡിൻ്റെ ലവേഴ്സ് കുറേ ഏറ്റെടുത്തു. അതും ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ വീട്ടിലേക്കുള്ള മടക്കയാത്ര എന്നുള്ളൊരു വോയിസ് ഉണ്ട്. യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്ര വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. നമ്മൾ കണ്ട അനുഭവങ്ങളും കാഴ്ചകളും നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ അങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ അങ്ങനെ പറയുന്നൊരു വോയിസ് ഉണ്ട്. അതും ഒരുപാട് ആളുകൾ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്കുള്ള യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്ര എന്നുള്ള വോയിസ് ഒരുപാട് ആളുകൾ ഇൻസ്റ്റഗ്രാംസിനേക്കാളും കൂടി ടിക്ടോക്കിൽ അത് വൈറലായി. അപ്പോൾ ശബ്ദം തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദം നമ്മളെ തിരിച്ചറിയുന്നു, ശബ്ദത്തിൽ കൂടി നമ്മളെ അറിയുന്നു. പലപ്പോഴും ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാനൊരു എഞ്ചിനീയറാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഭയങ്കര ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്,
ചെറുപ്പത്തിലൊക്കെ ഞാൻ 5 വയസ്സ് മുതൽ ഏകദേശം 12 വയസ്സ് വരെ 5-8 വർഷത്തോളം ഞാൻ പത്രം ഇടാൻ പോയിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 മാസം റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ജോലിക്ക് ആവശ്യത്തും 2-3 വർഷം 4-5 വർഷം ബിടെക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നടന്നിട്ടുണ്ട്. അതിനുശേഷം അൽഹംദുലില്ലാ ജോലിയായി, കല്യാണം കഴിഞ്ഞു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു യാത്ര ക്ലബ്ബുണ്ട് നമുക്ക് ഓൺ മൈ വേ എന്ന് പറഞ്ഞാൽ. വേർട്ടിഗോ എന്നുള്ളൊരു ട്രാവൽ കമ്മ്യൂണിറ്റി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. യാത്രയിൽ ഒരുപാട് ആളുകളെ കണ്ടെത്താനുള്ളൊരു വഴിയാണത്. അപ്പോൾ ഒരുപാട് യാത്രകളൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് യാത്രകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുടെ യാത്രകളിലേക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര, ആ ശബ്ദത്തിനേക്കാൾ ഉപരി നിങ്ങൾ അതിലേക്ക് എങ്ങനെയാണ് പോവേണ്ടത്, എവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, എവിടെയൊക്കെ താമസിക്കാൻ പറ്റും, എവിടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ടാക്സി കിട്ടും, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും എഴുതിക്കൊണ്ടും മറ്റുള്ളവരിലേക്ക് യാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്ന, യാത്രകളിൽ കൂടി നല്ലൊരു മനുഷ്യനാവുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രം ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. പലരും ഒരുപാട് ഈ വോയിസ് വെച്ചിട്ട് വീഡിയോ ചെയ്തു മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് സ്റ്റോറി ഇടാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആളുകൾക്കൊരു അത്രക്കും ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാനിട്ട് കഴിഞ്ഞ് വേറെ ആൾ ഇടാതിരിക്കുമ്പോൾ അവർക്കിട്ടൊരു ടെൻഷൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് പലരും സ്റ്റോറിയിലേക്ക് മെൻഷൻ ചെയ്യാത്തത്. എന്നിരുന്നാലും ഈ മസനഗുഡി വഴി ഊട്ടി അതൊരു ട്രെൻഡിങ് വോയിസായി മാറുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ ഈ ഇൻസ്റ്റഗ്രാം പോലും തുടങ്ങുന്നത് ഏകദേശം 2 വർഷം 3 വർഷം മുമ്പ് ആക്കിയാണ്. ഞാൻ യൂട്യൂബിലാണ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഫേസ്ബുക്കിൽ സഞ്ചാരി എന്നുള്ള ഗ്രൂപ്പിലും ഫേസ്ബുക്കിൽ നമ്മുടെ വാളിലും യാത്രകളെക്കുറിച്ചും യാത്ര ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും എഴുതുകയൊക്കെയായിരുന്നു. അതിൽ നിന്നാണ് ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങുന്നത്. പിന്നെയാണ് ഇൻസ്റ്റഗ്രാം പുതിയ ട്രെൻഡായിട്ട് വരുമ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്നത്. ടിക്ടോക്ക് നമുക്കിവിടെ ഇല്ല. ഇപ്പം ഇൻസ്റ്റഗ്രാമിലും നമ്മൾ പെട്ടെന്ന് ആളുകൾ നമ്മളിലേക്ക് ഒരുപാട് ആരിലേക്ക് എത്തി എന്നുള്ളതാണ് വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള മെസ്സേജ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ മസനഗുഡി വഴി ഊട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാണ്. ഞാൻ ശബ്ദം കുറച്ച് പോയിട്ടുണ്ട്. എൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വോയിസുകൾ വളരെ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊട്ടി അഥവാ ഉദകമണ്ഡലം എന്ന് പറയുന്ന ഒരു മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര, കല്ലട്ടി ചുരം പോയി ആ യാത്ര, ആ ഒരു ശബ്ദം, പിന്നെ ഒരു ബുള്ളറ്റിൻ്റെ ഒരു ഇത് ഞാനത് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ശബ്ദത്തിൽ കൂടി മനസ്സിലാക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നു. അതൊരു വലിയൊരു സന്തോഷമാണ്. ദൈവത്തിനോട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇതേപോലെ ശബ്ദം തുടരാൻ വേണ്ടി നമുക്ക് പറ്റുവാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നെ പേഴ്സണലി കണ്ടവരും അതുപോലെ തന്നെ അറിഞ്ഞവരും എന്നോട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ അവതരണ ശൈലി വളരെ മനോഹരമാണ്, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ശബ്ദവും വളരെ ഗാംഭീര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാനും യാത്രകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫീലിംഗ്, മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോഴും ആ വഴിയിൽ കൂടി നമ്മളും സഞ്ചരിച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ, ഞാൻ പറയില്ലേ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മനോഹരമായ സന്തോഷം. അങ്ങനെ ഡൽഹി യാത്രയിലുടനീളം റെഫറൻസ് നിങ്ങളുടേതായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റ തുറന്നാൽ ഇതാണ് മസനഗുഡി. ഫോട്ടോ വെച്ച് വോയിസ് കുറേയുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് കമൻറ്റുകൾ വായിക്കാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരെല്ലാം റിക്വസ്റ്റ് ചെയ്തത്? അത് വല്ലാത്തൊരു അനുഭവമാണ്. പ്രസന്റേഷൻ ലെവൽ ഗുഡ്. നിങ്ങളുടെ ആ വോയിസ് കേട്ടിട്ടാണ് ഞാനും പോയത് മസനഗുഡി. താങ്ക് യു സോ മച്ച്. ഹായ് കാ, ഐ ആം സിദ്ധാർത്ഥ് ബ്രോ. വേർട്ടുകോ നമ്മുടെ പരിപാടിക്കാണ്. സുഖമാണോ? ഫുഡ് കഴിച്ചു. ഹബീബ്, നിങ്ങൾ പൊളിയാണ്. നിങ്ങൾ എവിടെയാണ്? കണ്ണൂരാണ്. വോയിസ് അടിപൊളി, നിങ്ങളുടെ വോയിസ് അടിപൊളി, സന്തോഷം. വോയിസാണ് പലപ്പോഴും പറയാറുണ്ട്. നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണ്? ദുബായ് പോകുന്നുണ്ട്. ദുബായ് അബുദാബി യാത്ര, അത് കഴിഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഇന്റർനാഷണൽ 2-3-4-5 രാജ്യങ്ങളിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അപ്പം മസനഗുഡി വഴി ഊട്ടിയിലേക്ക് യാത്ര പോകുന്നുണ്ട്. നാട്ടിലാരുമില്ല, എല്ലാവരും മസനഗുഡി വഴി ഊട്ടിലാണ്. അസ്ലം, അറിയാം, ഫാസിൽ, ഒരുപാട് ആളുകൾ, ചോട്ടകൾ, അസ്ലം കാ ഫുഡ് കഴിച്ചു, ബിഗ് ഫാൻ. ഇവിടെ 10 മണിയായി. TN ഗവൺമെന്റ് ഇങ്ങളെ തപ്പി നടക്കുന്നുണ്ട്. തമിഴ്നാട് ഗവൺമെന്റ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തപ്പി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്.
നമ്മളും ചെയ്യുന്നുണ്ട്. മസനഗുഡി വഴി ഊട്ടി, മസനഗുഡി പഞ്ചാരവളം നല്ല ഫീലാണ് ചെയ്യുന്നത്. സഹീൻ എങ്ങനെ അറിയാം? സഹീൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവന് നമ്മുടെ ക്ലബിൻ്റെ രൂപീകരണത്തിൻ്റെ അന്ന് നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ പോകുന്നുണ്ട്. നിങ്ങൾ ആ ടീച്ചിങ് സ്റ്റൈൽ വീഡിയോ ആണ് ബെസ്റ്റ് ഫോർ ട്രാവൽ. ഏത് പ്ലേസും അടിപൊളിയാണ് ചെയ്യുന്നത്. അത് ഒരുപാട് പേര് നമ്മൾ എന്തുകൊണ്ടാണ് യാത്രകളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ബോർഡിന്മേൽ എഴുതിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോർഡിൽ എഴുതുക എന്നുള്ളത് വലിയ ചെറിയ കാര്യമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ യാത്രകളെക്കുറിച്ചും, ഇപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന യാത്രകളെക്കുറിച്ച് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡൽഹി മെട്രോയെ കുറിച്ച് ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വയനാട് യാത്രയെക്കുറിച്ച്, കശ്മീർ യാത്രയെക്കുറിച്ച്, രാജസ്ഥാൻ യാത്രയെക്കുറിച്ച്, ഓൾ ഇന്ത്യ റൂട്ട് മാപ്പ്, ഇടുക്കി, അങ്ങനെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ റൂട്ട് മാപ്പ് വരച്ച് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു മാസം വരെ ഞാൻ അതിൻ്റെ ഒരു റിസർച്ചിലായിരിക്കും. പിന്നീട് അതിൻ്റെ ഒരുപാട് പോയിന്റ്സ് കിട്ടി നമ്മൾ വരക്കും, നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു ചിത്രം വരക്കും, അതിനുശേഷം ബോർഡിലേക്ക് പകർത്തും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വീഡിയോ 1.5 മിനിറ്റോ 8 മിനിറ്റോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്ക് പോകണമെങ്കിലും യാത്ര ഉപകാരപ്പെടും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോ കാണുന്നവർ യാത്രയെ സ്നേഹിക്കുന്നവരാണ്, യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. വല്ലാതെ സമയം പോകാൻ വേണ്ടിയോ വേറെന്തിനും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ആരും റെഫർ ചെയ്യില്ല. യാത്രികരാണ്. യാത്രയിൽ കൂടി മനോഹരമായ അനുഭവങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും യാത്രയാണ് ലഹരി എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മസനഗുഡി ഇൻസ്പിറേഷൻ വോയിസ് ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടില്ല. യൂട്യൂബിൽ OMA എന്നാണ് പേര്. അസ്ലമോയം നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പ്ലാൻ നോക്കിയിട്ട് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട്. സന്തോഷം. ഗുൽമർഗ് കാശ്മീർ അവസ്ഥ കണ്ടിരുന്നു, അത് ട്രൂ ആണോ? കാശ്മീരിൽ മറ്റൊക്കെ മഞ്ഞ് വീഴും എന്നുള്ളതൊരു സംശയമില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അത് സത്യമാണ്, മഞ്ഞ് വീണിട്ടില്ല. ലൈവ് അപ്ഡേറ്റ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മസനഗുഡി ഊട്ടിൽ എത്തിയതേ ഉള്ളൂ. മസനഗുഡി എന്ന വൻമരം വീണു. ഇനി ബോണക്കാട് പോയി അഗസ്തകുളത്തിലേക്ക്. സ്വാലിനെ അറിയോ? മസനഗുഡി പോയി ഊട്ടി പോയല്ലോ. നിങ്ങളുടെ വോയിസ് മസനഗുഡി പോയി. ഇന്നലെ ഫുട്ബോൾ കണ്ടിൽ പോലും മസനഗുഡി ഊട്ടി. അതാണ് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നിങ്ങളാണ് നമ്മുടെ ജേർണി ഇൻസ്പിറേഷൻ. താങ്ക് യു ഫോർ ഇൻഫർമേഷൻ. മസനഗുഡി മസൂറിനെ കുറിച്ച് വീഡിയോ ചെയ്യുക. മസൂരിനെ കുറിച്ച് നമ്മൾ ഉത്തരാഖണ്ഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മസൂരിൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. യൂട്യൂബിൽ കുറേയധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതേ ബോഡിയിൽ എഴുതി പറയുമ്പോൾ എല്ലാ മസനഗുഡി ബോഡിയാണ് ഞങ്ങൾ തന്നെ തുടരുക. അമ്മായി എങ്ങനെയുണ്ട്? പിന്നെ വീട്ടിലേക്കുള്ള മടക്കയാത്ര, മസനഗുഡി വീട്ടിലേക്കുള്ള യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ കാണാൻ മടച്ചു എല്ലാവരും. അതെ, യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്ര വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. നമ്മൾ കണ്ട അനുഭവങ്ങളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും വീട്ടിൽ പോകുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ അനുഭവം. അതിന് അങ്ങനത്തെ ഒരു വോയിസ് ഉണ്ട്. അതാണ് പലപ്പോഴും പറയുന്നത്. പിന്നെ എനിക്കൊരു ബുള്ളറ്റ് ഉണ്ട്. എനിക്കൊരു 5-8 വർഷമായി ആ ബുള്ളറ്റ്. 6 to 7 വർഷം. ഇപ്പോൾ അത് പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. ബുള്ളറ്റിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പലപ്പോഴും നമ്മൾ പണ്ട് ബുള്ളറ്റിൽ മാത്രം യാത്ര ചെയ്താൽ മാത്രമാണ് യാത്രയാവുക എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അങ്ങനെയൊന്നല്ല. യാത്രകൾ നിങ്ങൾ എങ്ങനെയും ചെയ്യാം. നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്യാം, നടന്നിട്ട് പോകാം, ബസ്സിൽ പോകാം, ഷെയർ ടാക്സി പോകാം. യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാനൊരു ഭയങ്കര ബുള്ളറ്റ് ലവേഴ്സാണ്. ബുള്ളറ്റിൽ കൂടി ഇങ്ങനെ ഒരു 70 to 80 സ്പീഡിൽ അടിപൊളിയായിട്ട് യാത്ര ചെയ്യണമെന്നും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ നമ്മൾ വയനാട് ക്യാമ്പായിരുന്നു. ഒരു വൺ സൈഡ് ഒരു 100-130 കിലോമീറ്റർ വൺ ഡേ. ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ 500-600 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ട്. ബുള്ളറ്റിൽ നമ്മൾ ഇത്ര ഓടുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ബുള്ളറ്റിന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അങ്ങനെയാണ്: ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച കുടുകുടു വണ്ടി. ഹൃദയമുള്ളത് കൊണ്ടാണത്രേ ബുള്ളറ്റിന് ഡുണ്ടും ശബ്ദം. ഇങ്ങനൊരു വോയിസ് ഉണ്ട്. ഇപ്പോൾ പോകാൻ പറ്റിയ സ്ഥലം, മഞ്ഞ് കാണണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകണം, ഉത്തരാഖണ്ഡിൽ പോകണം, കശ്മീരിൻ്റെ താഴ്വാരങ്ങളിൽ പോകണം, മണാലിയിൽ സോച്ചില പാസ് അങ്ങോട്ട് ഭാഗത്തൊക്കെ പോകണം. മസനഗുഡി ഊട്ടി അതൊരു റീലാണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഡയലോഗ് ഇൻസ്പിറേഷനായി. വിഷ്ണു നമ്മൾ പഞ്ചാബിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. വിഷ്ണു, അക്കീം ബ്രോ, റമീസ് കാശ്മീർ പോയി വന്നു. ഹബീബ്, താങ്ക്സ്. അഗസ്ത്യാർ കൂടെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ പേഴ്സണൽ ഇൻഷുറൻസ് അപ്ലോഡ് ചെയ്യണോ? പേഴ്സണൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അരിയർ ഫോർട്ട് പോയി. അഷാന അക്കീം ഷാ, പ്രിയപ്പെട്ടവരെ. പ്രണവകുട്ടൻ ബ്രോ, നിങ്ങൾ വേറെ ലെവലാണ്. ജുനൈദ് ട്രിപ്പ് ലൈഫ്, യുവർ വോയിസ് ഈസ് ഗുഡ്. മനു മൻസു, ഷാനിബ്, ലേ മണാലി റോഡ് ഓപ്പൺ ആവുമോ? ലേ മണാലി റോഡ് നിങ്ങളിതിൻ്റെ അടുത്ത മെയ് മാസം അങ്ങനെയൊക്കെ നോക്കിയാൽ മതി.
നിങ്ങൾ ഒറ്റ ആൾ കാണാം റോഡ് പോക്കത്. ഇപ്പോൾ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുമ പോകുന്നില്ല. എത്ര എന്ത് ചെയ്തിട്ടും ചുമയൊന്നും പോകാത്ത അവസ്ഥ. ഋഷു ബ്രോ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓ ആശാനെ. ഷാമിൽ അബ്ദുള്ള, മസനഗുഡി വഴി ഊട്ടി. രതീഷ് ആലങ്ങാട്, നിങ്ങൾ പറഞ്ഞ വൈറലായ റൂട്ടിലൂടെ പോകാൻ ആഗ്രഹമുണ്ട്. ബൈക്ക് സേഫാണോ? ഒത്തിരി ആളുകൾ പോയി. ഞാൻ ഈ മസനഗുഡി വഴി ഊട്ടിലേക്ക് പോകുന്നത് മുമ്പാണ്. അതിനുശേഷം വീണ്ടും ബൈക്ക് എടുത്ത് ഞാൻ പോയി. അതിനുശേഷം ഞാനും ഫ്രണ്ട്സും പോയി. അതിനുശേഷം ഞാൻ എൻ്റെ മോളെയും കൂട്ടി പോയി. അങ്ങനെ പല തരത്തിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ജോബ് ട്രിപ്പ് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണത്. നമുക്ക് യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിന് പിറകിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലിയോ കുടുംബമോ സമയമോ ഒന്നും പ്രശ്നമില്ല. നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും. ഉറങ്ങുന്നത് കുറക്കും, ആത്മാർത്ഥമായി പണിയെടുക്കും, കുറച്ച് പൈസ സേവ് ചെയ്ത് യാത്രകളിലേക്ക് മാറ്റും. പലരും പറയുന്നത് നമ്മളിപ്പോൾ എനിക്കൊന്നും ഒറ്റ പൈസ ഒന്നുമില്ല, നമുക്കൊക്കെ ഒരുപാട് കടമുണ്ട്, ഒരുപാട് ലോണുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഞാനും ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത്, എല്ലാവർക്കും പേഴ്സണലി ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ജോലിയിൽ പ്രഷർ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവരാരുമില്ല. കൂലിയെടുത്ത് ജീവിക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ കോട്ടും സൂട്ടും ഇട്ട് വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ആളുകളാണെങ്കിലും അവർക്കും ഒരുപാട് പ്രഷർ ഉണ്ടാവും. പ്രഷർ ഇല്ലാത്തവർ ആരുമില്ല. മനോഹരമായിട്ട് സന്തോഷമായിട്ട് ഉറങ്ങാൻ ഒരു നിമിഷം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവർ, ബിസിനസ്സിൽ ഒരുപാട് ലാഭം നിൽക്കുന്നവർ, എല്ലാവർക്കും ടെൻഷനും മറ്റും കാര്യങ്ങളുണ്ടാവും. ജീവിതത്തിൽ നമ്മളെന്താണ് ജീവിക്കുന്നത്? സന്തോഷത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ വേണം, സന്തോഷം ഉണ്ടാവണം. മനുഷ്യരെ കാണുമ്പോൾ, ജീവിതങ്ങൾ കാണുമ്പോൾ, കാഴ്ചകൾ കാണുമ്പോൾ, ഒരുപാട് ആളുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, വ്യത്യസ്ത ദേശാന്തരങ്ങളിൽ കൂടി മനോഹരമായിട്ടുള്ള മലകളും കുന്നുകളും റോഡുകളും പച്ചപ്പുകളും കടലും, അങ്ങനെ നമ്മൾ പറയില്ലേ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് പണം കൊടുത്താൽ വാങ്ങാൻ പറ്റും. നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ജോലിയുണ്ട്, എനിക്ക് പൈസ ഒന്നുമില്ല, എനിക്കും കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. 100ഉം 150ഉം കാരണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റും. ഈ യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷവും 2 ലക്ഷവും മുടക്കി വലിയ യാത്രകൾ നടത്താനല്ല പറയുന്നത്. ഇന്ത്യയിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സൗത്ത് ഇന്ത്യ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്, നോർത്ത് ഇന്ത്യ വേറൊരു സ്റ്റൈലാണ്, നോർത്ത് ഈസ്റ്റിലെ ഓരോ സ്റ്റൈലും ഓരോ സ്റ്റേറ്റും ഓരോ സ്റ്റൈലാണ്, ദക്ഷിണേന്ത്യ വേറൊരു സ്റ്റൈലാണ്. ദക്ഷിണേന്ത്യ പറഞ്ഞു, സൗത്ത് ഇന്ത്യ പറഞ്ഞു, നമ്മുടെ മിഡിലായിട്ട് ഇന്ത്യ വരുന്ന ആ സ്ഥലത്തും രാജസ്ഥാൻ പോലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും പറ്റില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച് നടക്കില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാറ്റർഡേ സൺഡേ ക്യാമ്പിന് ഇങ്ങനെ യാത്ര നടത്തും. ഇപ്പോൾ അടുത്ത സാറ്റർഡേ സൺഡേ KLF ഇന്ത്യയും അതുപോലെ വേറെ കുറേ പ്രോഗ്രാമുണ്ട്. അതിനടുത്ത സാറ്റർഡേ സൺഡേ വയനാട് പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ദുബായിലേക്കും അബുദാബിയിലേക്കും യാത്ര പോവാണ്. തിരിച്ചു വന്ന് വീണ്ടും ക്യാമ്പാണ്. അത് കഴിഞ്ഞ് മാർച്ച് മാസം വീണ്ടും വലിയ യാത്ര പോവാണ്. മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മറ്റുള്ള പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നെക്കാളും കൂടുതൽ ലൈഫിൽ നമ്മളെ യാത്രയും ജോലിയൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോയിലും എൻ്റെ സംസാരത്തിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു കാര്യം, അത് ശരിയോ തെറ്റോ ഒന്നും നിങ്ങൾക്ക് എന്നെ വ്യാഖ്യാനിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, യാത്രകളിൽ കൂടി എൻ്റെ സന്തോഷം കിട്ടുന്നത്, സന്തോഷം ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ യാത്രകൾ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഭാഗമായിട്ടുള്ളത്. എനിക്കെൻ്റെ കുടുംബമുണ്ട്, എനിക്ക് സമൂഹത്തിനുള്ള കടപ്പാടുണ്ട്, എനിക്കെൻ്റെ സൗഹൃദങ്ങളുണ്ട്, എനിക്ക് അവരോടൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം എല്ലാം ഉണ്ടാകുമ്പോൾ, ജോലി, കുടുംബം, യാത്ര, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് മനോഹരമായിട്ടുള്ള യാത്രകളും മനോഹരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. വഴിയറിയാത്ത ഇടങ്ങളിൽ യാത്ര പോകണം. അതും അടിപൊളി ശബ്ദാട്ടോ. വഴിയറിയാത്ത ഇടങ്ങളിലേക്ക് യാത്ര പോകണം, രുചിയറിയാത്ത ഭക്ഷണം കഴിക്കണം, പേരറിയാത്തവരെ നോക്കി പുഞ്ചിരിക്കണം. ഇതും ഭയങ്കര ഹിറ്റായ വേറൊരു വേർഡാണ്. അതാരും ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അലി ആസിഫ്, താങ്ക് യു സോ മച്ച്. കണ്ണൂരാണോ ബ്രദർ? ഞാൻ കണ്ണൂരാണ്. മാഷാ അല്ലാ. അസ്ലം ക ഇൻസ്പിറേഷൻ, അർജുൻ, മസനഗുഡി അണ്ണൻ, ഷാനിൽ, ഞാൻ പോണേ ബായ്. ഇക്ക മെസ്സേജ് റിക്സൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാം സാലി ബിൻ മൈ മോട്ടിവേറ്റർ, അഷം മസനഗുഡി ഊട്ടി, സൽമാൻ ഫാസിൽ, കാശ്മീർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ?
കശ്മീർ ശരിക്കും സ്വാഭാവികമായിട്ടും ഈ ജനുവരി സമയത്തൊക്കെ മഞ്ഞ് പെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ റോഡൊക്കെ ബ്ലോക്ക് ആവുന്ന സമയമാണ്. എന്തുകൊണ്ട് സ്നോഫാൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് പടച്ചോന് പോലും അറിയില്ല. കാരണം നമ്മളിതൊരു എക്സ്പെക്ട് ചെയ്യില്ല. സാധാരണ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതും മഞ്ഞുണ്ടാവുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. സാധാരണ ഡിസംബറിൽ തന്നെ മഞ്ഞ് പെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിസംബർ, നവംബറൊക്കെ നമുക്ക് റോഡ് ബ്ലോക്ക് ആറുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് സ്നോഫാൾ എന്തായാലും ഉണ്ടാവും. നമ്മളെ കയ്യിലൊന്നുമല്ലല്ലോ ഇത്. സ്നോഫാൾ ഉണ്ടാകുമ്പോൾ മനോഹരമായിട്ട് നമുക്ക് ആ ഇത് കാണാൻ പറ്റും. മസനഗുഡി പോയി. താങ്ക് യു ഫോർ യുവർ റിപ്ലൈ ബ്രോ. നിങ്ങളുടെ മസനഗുഡി പോയി. അത് മസനഗുഡി നമുക്ക് തൽക്കാലം ഇപ്പം വിടാം. വേറെ അഗസ്ത്യാർകൂടം പോകണം. സദ്ദം നാസർ, ഞാനിപ്പം മണാലിയാണ് സോളോ, എനി ടിപ്സ്? ചുമ്മാ അങ്ങ് പോവാന്നേ. അസ്ലംക, മെയ് ജൂൺ പോകാൻ പറ്റിയ നല്ല പ്ലേസ് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? മെയ് ജൂൺ എന്നുള്ളത് മഴക്കാലം തുടങ്ങുന്ന സമയമാണ്. സൗത്ത് ഇന്ത്യ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, അല്ലെ ലോണാവാല, ഈവൻ ഹരിയർ ഫോർട്ടൊക്കെ നിങ്ങൾ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഉദകമണ്ഡലം, ഊട്ടി അഥവാ ഉദകമണ്ഡലം, തമിഴ്നാട്ടിലെ അങ്ങനെയല്ലേ ബ്രോ? സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായത്. അതിന് കൂടി മസനഗുഡി പോകണം. ഓക്കെ, നിങ്ങളുടെ വോയിസ് കിട്ടണം. ഞങ്ങളൊന്ന് മസനഗുഡി പോയി. ഊട്ടി, കിന്നക്കോര. ന്യൂസ് അബൌട്ട് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് സാധാരണ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 10 മുതലെന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയത്. പക്ഷെ അത് 15 മാറ്റി എന്ന് കേൾക്കുന്നുണ്ട്. അതൊന്ന് കൺഫേം ചെയ്യണം. എന്തൊക്കെ തന്നെയായാലും മാർച്ച് 24 മുതൽ ജനുവരി 24 മുതൽ മാർച്ച് 2 വരെയാണ് ട്രക്കിങ്. അത് ഡേറ്റ് മാറിയില്ല. നിങ്ങൾ കോളേജിൽ IV സെഷൻ ചോദിച്ചപ്പം എല്ലാവർക്കും മസനഗുഡി ഊട്ടിക്ക് പോയാൽ മതി. അഗസ്ത്യനൊക്കെ ഉണ്ടോ ബ്രോ? ആ ഡയലോഗ് ഒന്നുകൂടെ പറയൂ ഷാന്. ഒന്നും കൂടി പറയാം. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം, കല്ലട്ടി ചുരം വഴി ഊട്ടിയിലേക്ക് യാത്ര. അങ്ങനെയല്ലേ? അതെ. കം ടു കൂർഗ് ഞാൻ വന്നിട്ടുണ്ട്. കണ്ണൂർ എവിടെ? മുംബൈ ഉദയ്പൂർ റൂട്ട് എത്താണ് പറയാം. മുംബൈ ടു ഉദയ്പൂർ. മുംബൈയിൽ നിന്ന് നമുക്ക് വാപ്പി, അതായത് മുംബൈയിൽ നേരെ സൂറത്ത്, വാപ്പി വഴി നമുക്ക് ഉദയ്പൂരേക്ക് പോകാൻ പറ്റും. നവി മുംബൈ വന്ന് വാപ്പിയിൽ നിന്ന് വഡോദരയിൽ നിന്ന് നേരെ ഉദയ്പൂരേക്ക് പോകാൻ പറ്റും. അടിപൊളിയായിരിക്കും ഉദയ്പൂർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ രാജസ്ഥാൻ കവർ ചെയ്യാൻ പറ്റും. ഓഗസ്റ്റ് സെപ്റ്റംബർ ഇന്ത്യയിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഓഗസ്റ്റ് സെപ്റ്റംബർ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെപ്റ്റംബർ ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ ഫോട്ടോഗ്രാഫി എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് സ്പിറ്റി വാലി പോകാം, നിങ്ങൾക്ക് ലേ പോവാം, നിങ്ങൾക്ക് അങ്ങനെ റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും പോയിരിക്കേണ്ട സമയമാണ് ഈ സെപ്റ്റംബർ, അതുപോലെ തന്നെ ജൂൺ, ജൂലൈ ആഗസ്റ്റ് സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ ചെറിയ രീതിയിലുള്ള മഴയുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ടൈം നിങ്ങൾ റോഡ് ട്രിപ്പൊക്കെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു കശ്മീരിൽ കൂടി കയറി മണാലി വഴി ഇറങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാത്തുല പാസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഈവൻ സ്പിറ്റി വാലിയിൽ നമ്മൾ ഷിംല വഴി കയറി മണാലി വഴി ഇറങ്ങുന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ബിഹൈൻഡ് യുവർ വീക്സ് മിക്സ്ഡ് വിത്ത് സോങ്. ഓക്കെ, നാഫി അല്ലേ? കാശ്മീർ ഇപ്പോൾ സ്നോ ഇല്ലേ? പിന്നെ ഒരു ഭയങ്കര ഹിറ്റായി പോകുന്നൊരു വോയിസും കൂടി ഉണ്ടായിരുന്നു. വഴിതെറ്റിപ്പോകുന്ന യുവതലമുറ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വോയിസ് ഉണ്ട്. അതിലൊക്കെ ഈ മ്യൂസിക്കൊക്കെ പിന്നീട് കൊടുക്കുന്ന പലരാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഉണ്ട്. നമ്മുടെ ശബ്ദം നമ്മൾ ചെയ്യുന്നു, ആ ശബ്ദം ആരെല്ലോ കൊണ്ടുവന്ന് വീണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ചെയ്യുന്നത്, ഈ ബോർഡിൽ എഴുതുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ റൂമാണ് ഇതണ്ട. എൻ്റെ റൂമിൽ ഞാൻ ഇവിടെയാണ്. നിങ്ങളുടെ സാധാരണ ഈ ഒരു ഭാഗത്താണ് ഈ സാധനങ്ങൾ ഒഴിവാക്കും. എന്നിട്ട് ഇവിടെ ഞാൻ എൻ്റെ ബോർഡ് വെക്കും. ആ ബോർഡ് വെച്ചിട്ട് ഞാൻ അവസാനം ഇതാണ് എൻ്റെ ട്രൈപോഡ്. ഈ ട്രൈപോഡ് നല്ല സാധാരണ സംഭവമാണ്. അത് ഞാൻ കുറെ സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടത്തേക്ക് റെക്കോർഡ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോവും നമ്മളെല്ലാം ഈ റൂമാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് വലിയ സംഭവമൊന്നും വേണ്ട, വലിയ ക്യാമറ വേണം. അപ്പം ഞാൻ മുമ്പൊക്കെ ചെറിയ ക്യാമറയിൽ മറ്റൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പം പുതിയ സാധനം ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മൈക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ സാധനം DJന്റെ അടിപൊളി മൈക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഇത് പൊളിക്കണം. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നെ മുമ്പ് ഒരു മിർഫാക്കിന്റെ വീഡിയോ ഓടിയായിരുന്നു. അത് ഞാൻ വിറ്റു.
അത് നമ്മളൊരു വിറ്റു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ മേടിച്ചു. അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് കിട്ടിയ ചെറിയ സംഭവങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ട് ഞാൻ റിപ്ലൈ തരാത്തതും അതുപോലെ തന്നെ പലതും കൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ജാടത്തേണ്ടി എന്ന് വിചാരിച്ച് തോന്നണ്ട. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലി ഭയങ്കരമായിട്ടുണ്ട്. കാരണം മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ജോലി ചെയ്യണം. സാറ്റർഡേ സൺഡേ പല ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി ചിലപ്പം ദീർഘമായ യാത്രകളുണ്ടാവും. അതിനു മുമ്പ് ചെയ്തെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റാത്തത്. പക്ഷേ ഞാനെന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ജനുവരി മാസം എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടത്, ഈവൻ വയനാട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ ഒരാളുടെ ചോദ്യം മാത്രമായിരിക്കില്ല, പലരുടെയും സംശയങ്ങളായിരിക്കും. അങ്ങനെയാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് പോലും ഇങ്ങനെ ചെയ്യുന്നത് പോലും പലപ്പോഴും നമ്മൾ പലരും യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. യാത്ര ചെയ്ത് ശബ്ദമില്ല, ശബ്ദം പോയോ? ഇല്ലല്ലോ. ശബ്ദം ഓക്കെയാ? ശബ്ദം ഓക്കെ അല്ല? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇടയ്ക്ക് ശബ്ദം പോയ പോലെ ഉണ്ട്. ഓക്കെ. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ ഒന്നും കൂടിയും ശബ്ദമുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തരാത്തത് നിങ്ങളെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നതോ കാണാത്തതോ കൊണ്ടല്ല. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. സമയം പ്രയോറിറ്റി നിങ്ങളുടെ പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. എനിക്ക് സമയം എത്തുന്നില്ല. ജോലി, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യൽ, അങ്ങനെ അതുകൊണ്ടാണ് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും മുമ്പൊക്കെ നമ്മളൊക്കെ മുമ്പൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം നമ്മൾ യാത്ര ചെയ്തപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുതരില്ല. ഒന്നിക്കൽ അവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാട്ടും വലിയ യാത്രികനാവുമോ എന്നുള്ളൊരു സംശയം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ജാടിയായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നമ്മളൊരാൾക്ക് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്ത് വിചാരിച്ചിട്ട് നമ്മുടെ ഇൻഫർമേഷൻ കുറഞ്ഞു പോവുകയോ നമ്മളില്ലാതാവുകയോ നമ്മളൊന്നും ആവുന്നില്ല. നമ്മൾ വീണ്ടും ഉയരത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവർ യാത്ര ചെയ്യുന്നു. തിരിച്ചു വന്ന് അവർ വീണ്ടും നമ്മളോട് സജഷൻ പറയുന്നു, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ എത്രത്തോളം നമ്മൾ കൺവേ ചെയ്യുന്നു, നമ്മൾ പാസ് ചെയ്യുന്നു, അതിൽ കൂടി നമ്മളെന്ന മനുഷ്യന്റെ രൂപീകരണത്തിന് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ സംഭവമാണ് ഒന്നുമല്ല. അങ്ങനെ വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെണ്ടിത്തരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മസനഗുഡി വഴി ഊട്ടിലേക്കുള്ള യാത്രാ കോസ്റ്റ് എത്രയാവും? ഒന്നുമില്ല. നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏവൻ്റെ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിലോ അതിലൂടെ റൂട്ടിലൂടെ നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ബൈക്കിലൂടെയുള്ള യാത്രയാണ്. അത് പ്രകൃതിയിൽ കൂടി തുറന്ന വാഹനത്തിൽ കാറ്റും മഞ്ഞും പ്രകൃതിയുടെ ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതിലേറ്റവും വലിയ ആഗ്രഹിക്കുന്നവരും അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ബൈക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ, അതിലൊരു ഏകദേശം 115 കിലോമീറ്റർ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 115 കിലോമീറ്റർ സുൽത്താൻ ബത്തേരി എത്തുക. നിങ്ങൾ മസനഗുഡിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നിക്കൽ രാവിലെ പോവുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോവുക. രാവിലെ ഒരു 8 മണിക്ക് സുൽത്താൻ ബത്തേരി എത്തിക്കഴിഞ്ഞാൽ മുത്തങ്ങ, അത് കഴിഞ്ഞാൽ പിന്നെ ബന്ദിപ്പൂർ, പിന്നെ മുതുമല, പിന്നെ മസനഗുഡി, ഇങ്ങനെ നമുക്ക് കയറാൻ പറ്റും. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഊട്ടിയിലെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഊട്ടിയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ മസനഗുഡി നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പിറ്റേന്ന് രാവിലെ നിങ്ങൾ മസനഗുഡി ചുരം കയറിയിട്ട് ഊട്ടിലേക്ക് കയറാൻ പറ്റും. ഇപ്പം ഇതിന് വളരെ ചുരുങ്ങിയ പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രമേ വേണ്ടൂ. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. ലുമിനറിന്റെ ആഡ് കണ്ടിരുന്നു. ആഡുകളൊക്കെ പരസ്യക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ മസനഗുഡി വഴി ഊട്ടിലേക്കുള്ള ടാഗ് ലൈൻ അടിച്ചോട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പം ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവസാനം നമുക്ക് പൈസ കിട്ടുമല്ലോ. ചെരുപ്പടി മല മിനി ഊട്ടി. അപ്പോൾ 339 ആള്, നേരത്തെ 1000 ചില്ലറ ആളുകൾ ലൈവില് ഇപ്പം ഉണ്ടായിരുന്നു. ഇപ്പം 349 ആള്, 350 ആള് രാത്രി 11 മണിക്കും ലൈവിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വിജയമാണ്.
അത് വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. എന്ന വോയിസ് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു. അതിൽ കൂടി ഒരുപാട് പേര് യാത്ര ചെയ്തു. മസനഗുഡി എന്ന് പറയുന്ന മനോഹരമായ റൂട്ടിനെ കുറിച്ച് ഒരുപാട് പേര് അറിഞ്ഞു. അങ്ങനെ ആ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവങ്ങളിലുമൊക്കെ, നിങ്ങളുടെ ഇനിയുമുള്ള യാത്രകളിലൊക്കെ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവട്ടെ. ഒരുപാട് യാത്രകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ആ യാത്രകളിൽ കൂടി മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ, ജീവിതങ്ങൾ, പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റട്ടെ. യാത്രകളിൽ കൂടി നല്ലൊരു മനുഷ്യരാവാൻ പറ്റട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ട്രാവലർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. റെസ്പോൺസിബിലിറ്റി ഇൻ ദ സെൻസ്, പ്രകൃതിയോട് നമുക്കൊരു കടപ്പാടുണ്ട്, മനുഷ്യരോട് നമുക്കൊരു കടപ്പാടുണ്ട്, നമ്മുടെ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിറവേറ്റണം. എന്നാൽ മാത്രമാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയാൻ പറ്റൂ. നമുക്ക് അങ്ങനെയുണ്ടല്ലോ, മനുഷ്യന് വിവേചനാധികാരമുണ്ട്, അല്ലെങ്കിൽ വിവേകമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യന് മറ്റു ജീവികൾക്കില്ലാത്തത്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനാവണമെങ്കിൽ അത് യാത്രകളിൽ കൂടിയാണെങ്കിലും എങ്ങനെയാവണമെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ ഉപദ്രവാതിരിക്കുക. എനിക്ക് എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് വന്നിട്ട് ഒരു മെസ്സേജിൽ ഇന്ന് കണ്ടു, ഒരു തെറിവാക്ക് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഈ മസനഗുഡി വഴി ഊട്ടി എന്നുള്ള യാത്രയിൽ ഞാൻ ആ വോയിസ് ഉണ്ടാക്കിയതും ഞാൻ എൻ്റെ യാത്രകളിലെ അനുഭവങ്ങൾ എൻ്റെ ഉള്ളു തുറന്നുണ്ടാക്കിയ, നിങ്ങൾക്ക് ആ റൂട്ടിൽ കൂടി സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്കും സുന്ദരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അതുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അങ്ങനെ MG റോഡ് പോലെയായി മസനഗുഡി കാരണം നിങ്ങളാണ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കാശ്മീർ സീരിയൽസ് കണ്ടു, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പ്ലാൻ ചെയ്ത് പോയി. താങ്ക്സ് ലോട്ട്. ഫെബ്രുവരി പോകാൻ പറ്റിയ പ്ലേസ് പറയുമോ? ഫെബ്രുവരിയൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ വിൻ്റർ തന്നെയാണ്. പ്രധാനമന്ത്രി വരെ യാത്രയിലാണ്. ഇപ്പോൾ മസനഗുഡി കൊണ്ട് ഞാൻ കുറേ ചിരിച്ചു. ഊട്ടി ടൂറിസം ആഫ്റ്റർ ദിസ്, ഊട്ടി ടൂറിസം അങ്ങോട്ട് പോയി, ഞാനും പോയി അതുവഴി. അപ്പം ഈ വോയിസിൽ തന്നെ ഈ ഒരുപാട് ആളുകൾ പല യാത്രകളെക്കുറിച്ച്, ഇപ്പം മസനഗുഡി വഴി ഊട്ടിയെ കുറിച്ചല്ല പറഞ്ഞത്, ഒരുപാട് ആളുകൾ കശ്മീർ യാത്രകളെ കുറിച്ച് പറഞ്ഞു, റോഡ് ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഈ ഡൽഹി ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇതിലൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഉപകാരപ്പെട്ടെന്ന് അറിയുമ്പോൾ ഇല്ലേ സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഏറ്റെടുത്തതിൽ, ഷെയർ ചെയ്തതിൽ, ട്രോൾ ഉണ്ടാക്കിയതിൽ, കണ്ടന്റ് ഉണ്ടാക്കിയതിൽ, പരസ്യം ചെയ്തതിൽ, ഈവൻ അനൗൺസ്മെന്റ് ചെയ്ത പുള്ളിയാണ് എനിക്ക് ഇന്നലെ മെസ്സേജ് അയക്കുന്നത്. ഞാൻ നിങ്ങളുടെ മസനഗുഡി വഴി ഊട്ടി എന്നുള്ളൊരു ശബ്ദം വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വ്യൂ റിക്വസ്റ്റിൽ ലൈവിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ ഫേമസ് ആയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഒരുപാട് പേരിലേക്ക് എത്തി, ഒരുപാട് ഫോളോവേഴ്സ് വന്നു, ഒരുപാട് പേര് അറിഞ്ഞു. അസ്ലം മോയം എന്നുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് പേര് അറിയാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഇതിൽ പരം എന്ത് വേണം? ഒന്നും വേണ്ട. ഇതിൽ പരം സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുക എന്ന് നമ്മോട് പലപ്പോഴും പറയാറുണ്ട്. ആത്മാർത്ഥമായി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും തീർച്ചയായിട്ടും വലിയൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും അത് ഉണ്ടായി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. നമ്മുടെ ഒരു വേർട്ടുകൊണ്ടൊരു ക്യാമ്പ് നെക്സ്റ്റ് വീക്ക് ഈ ജനുവരി 20-21 വയനാട് വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൺ മൈ വേ എന്നുള്ള ക്ലബ്ബ് പുതിയ രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്ക് പുതിയ മെമ്പർഷിപ്പിന് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പം അതൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ക്ലബ്ബാണ്, യാത്രകളെ സ്നേഹിക്കുന്ന ഒരുപാട് ക്ലബ്ബ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അതിലൊക്കെ കാണാൻ പറ്റും. എമിറേറ്റ്സ് പ്രിപ്പയറിംഗ് മസനഗുഡി ചേട്ടാ ഹായ്. ഹായ് മസനഗുഡി, കൂടണം പാടണം. അപ്പോൾ നമുക്ക് അവസാനം നമ്മുടെ മസനഗുഡി വഴി ഊട്ടി എന്നുള്ള ആ ശബ്ദം വെച്ച് അസ്ലം ഓയം. ഞാൻ എൻ്റെ എൻ്റെ പേരാണ് അസ്ലം ഓയം. നിങ്ങൾ എന്താണ് അസ്ലാം വലൈക്കും എന്നാണ് പറയുന്നത്? അല്ല, അസ്ലം ഓയം, ഇതാണ് എൻ്റെ പേര്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.